ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ്. നമ്മൾ ഒരു ദിവസം മുന്നേ ആയിട്ട് ഞാനൊരു ഫേസ് പാക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണുക. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ ഒരു സ്കിൻ കെയർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ന് ഈ ഒരു പാക്ക് എല്ലാ സ്കിൻകാർക്കും അടിപൊളിയായിട്ട് ചേരും. പ്രത്യേകിച്ച് ഓയിലി ആക്നെ സ്കിന്നുള്ളവർക്കാണ് കേട്ടോ. ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു എക്സ്പോളിയേഷൻ തരാൻ വേണ്ടിയിട്ട്, സ്കിന്ന് സൂത്തനാവാൻ വേണ്ടിയിട്ടും, ഇപ്പോൾ റെഡ്നെസ് ഇറിറ്റേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കാം ഡൗൺ ആവാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഫേസിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഏതാണ് ആ പ്രോഡക്റ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ആഡ്സ് ഗുഡ്നെസ്സിൻ്റെ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ മാസ്ക് ആണ്. ഇത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു മാസ്ക് കൂടിയാണ്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യും. ഈ ഭയങ്കരമായിട്ട് ഓയിലൊക്കെ ആയിട്ട് ഇരിക്കുന്നവരാണ്, ഈ ഗ്രീസി അങ്ങനത്തെ ഒരു ഫേസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. എൻ്റെ ആദ്യത്തത് വെച്ചാൽ ഞാൻ സ്കിൻ കെയർ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നല്ല ഓയിലി ഫേസ് ആയിരുന്നു. എവിടെ എന്തൊക്കെ പോയാലും തിരിച്ചു വരുമ്പോഴത്തേക്ക് നിറഞ്ഞു ഓയിലിരിക്കും, ഒരുമാതിരി ക്രേസി ആയിട്ട് ഫേസ് ഡള്ളായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ സ്കിൻ കെയറിലൂടെ ഞാൻ യൂസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള. സോ അതൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് ഫേസ് ഓയിലൊക്കെ ഒന്ന് കൺട്രോളായി ഇപ്പോൾ ഒന്ന് സെറ്റായിട്ട് ഇപ്പോൾ ഒരു നോർമൽ സ്കിന്നിലാണ് കേട്ടോ എൻ്റെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ ഹോസ്പിറ്റലൊക്കെ ആയിരുന്ന സമയത്ത് സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ വന്നപ്പോൾ ചെറിയൊരു തരി ആയിട്ടുള്ള ഒരു പിമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതേണ്ട തരി ആയിട്ടുള്ള ചെറിയ വളരെ ചെറിയ പിമ്പിൾസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് നമ്മൾ സ്കിൻ കെയർ ഒക്കെ അതിനൊക്കെ ചെയ്യുന്നുണ്ട്. സോ അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പാക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ പർപ്പിളിൽ അവൈലബിൾ ആണ്. ഈ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 94 റുപ്പീസ് മാത്രമാണ്. ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക. സാനിറ്റൈസർ പറഞ്ഞു ഒരുപാട് പൊട്ടിയിടാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു പാക്കിലോട്ടിടാം. നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ബോഡി ഫുള്ള് വേണമെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ടാൻ നന്നായിട്ട് റിമൂവ് ചെയ്യും കേട്ടോ. ഫുൾ ബോഡി അപ്ലൈ ചെയ്യണേ. നമുക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ ആഡാക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ആഡാക്കി കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റോസ് വാട്ടറാണ്. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് ഏത് വേണമെങ്കിലും ചെയ്യാം. തൈര് വേണമെങ്കിൽ തൈരും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല റിസൾട്ട് കിട്ടും. ഇതോടെ പോട്ടെ. ബ്രഷും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. 2 ദിവസം നമുക്ക് ഇട്ട് കൊടുക്കും. പുറത്ത് പോയിട്ട് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പുറത്ത് പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ച വേറെ 2 ദിവസം ഇത് ഇട്ട് കൊടുത്താൽ മതി. സ്കിന്നിന് നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. നല്ലൊരു തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതേ പാക്ക് ഫുള്ളായിട്ട് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നെക്കിൽ കൂടി ഇടണം. ഫേസിനെക്കാളും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ടേൺ ആകുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ നെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫേസ് ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് ഡ്രൈ ആയതിനു ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ, കുറച്ച് നോർമൽ വാട്ടർ, തണുത്ത വെള്ളം വേണമെന്നില്ല, നോർമൽ വാട്ടറിൽ നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്സസ് ഉണ്ടായിരുന്ന ഓയില്, ഈ ഇമ്പ്യൂരിറ്റീസ്, ഈ ഡ്രൈ എല്ലാം മാറിയിട്ട് സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആൻഡ് സപ്പിൾ ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ആഴ്ചയിൽ വീട്ടിലൊരു 2 പ്രാവശ്യം ആഴ്ചയിൽ വെറും 2 പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. അപ്പോൾ പുറത്ത് പോയിട്ട് വരുന്നവരാണ്, വെയിലൊക്കെ അടിച്ചിട്ട് വരുന്നവരാണ്, നിങ്ങൾക്ക് മസ്റ്റായിട്ട് അത് ട്രൈ ചെയ്യാൻ. ടാൻ റിമൂവ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് കൂടിയാണ്. ഈ ഒരൊറ്റ പാക്ക് മതി നമ്മുടെ ടാൻ റിമൂവ് ആവാൻ വേണ്ടിയിട്ടും ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, അപ്പം ഈ ഒരു പാക്ക് ഏകദേശം ഒരു 90 റുപ്പീസ്, അതിൻ്റെ അകത്ത് ഒരു 100 രൂപയ്ക്കകത്താണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഇത് പർപ്പിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് നോക്കാം. നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ പുതിയ ടിപ്സുമായിട്ട് വരുന്നത് വരയ്ക്കും. ബൈ.